കൊല്ലം വിളക്കുടിയിൽ കെ.എസ്.ആർ.ടി.സി ജീവനക്കാരനും ഭാര്യയും ജീവനൊടുക്കി. കടബാധ്യതയെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് നിഗമനം. കെ.എസ്.ആർ.ടി.സി പുനലൂർ ഡിപ്പോയിലെ കണ്ടക്ടർ വിളക്കുടി സ്വദേശി വിജേഷ്, ഭാര്യ രാജി എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വിജേഷും ഭാര്യ രാജിയും വീട് വിട്ടിറങ്ങിയത്. കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലും കൊട്ടാരക്കരയിലും മറ്റുമായി പോവുകയാണെന്നായിരുന്നു ബന്ധുക്കളോട് പറഞ്ഞത്. 10 വയസ്സുള്ള ആൺകുട്ടിയെയും 6 വയസ്സുള്ള പെൺകുട്ടിയെയും മാതൃസഹോദരിയുടെ വീട്ടിലാക്കിയാണ് ഇരുവരും പോയത്. നേരം വൈകിട്ടും ഇരുവരെയും കാണാതായതോടെ ഫോണിൽ ബന്ധപ്പെട്ടു. കുന്നിക്കോടുള്ള പലിശക്കാരന്റെ വീട്ടിൽ നിൽക്കുകയാണെന്നും മറ്റൊരാൾ കൂടി എത്തിയാൽ പണം കിട്ടുമെന്നും അതോടെ തിരിച്ചു വരാമെന്നുമായിരുന്നു മറുപടി. സാമ്പത്തിക വിഷയങ്ങളുണ്ട്, ഭീഷണി അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പൈസയ്ക്ക് അവിടെ പോവുകയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ വിശ്വരൂപൻ്റെ വീട്ടിൽ പൈസയ്ക്ക് ഈ ചേച്ചി വിളിച്ചപ്പോൾ വിശ്വരൂപൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്, പൈസ മേടിക്കാൻ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. ഈ സംഭവിച്ചത് അന്നേരം പിന്നെ 8:30 കുഞ്ഞ് കരയെന്ന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അതേപോലെ ഇപ്പം വരുമെന്ന് പറഞ്ഞു. പിന്നെ എന്നാൽ രാത്രി 10:30 ആവണീശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച നൃത്തസംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലറിന് മുന്നിൽ ചാടിയാണ് രാജി ജീവനൊടുക്കിയത്. സംഭവ സമയം രാജി ധരിച്ചിരുന്നത് ഭർത്താവിന്റെ ഷർട്ടായിരുന്നു. നിലവിളിയോടെ ഓടിയെത്തിയ ഇവർ വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. യുവതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജിയുടെ മരണത്തിന് പിന്നാലെ ഭർത്താവ് വിജേഷിനായി നാട്ടുകാർ തെരച്ചിൽ ആരംഭിച്ചു. തിരച്ചിലിനൊടുവിലാണ് വിളക്കുടി ജംഗ്ഷന് സമീപത്തെ പാറക്കൂട്ടത്തിൽ നിന്നും വൈകുന്നേരത്തോടെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയ്ക്ക് പിന്നിൽ കടബാധ്യതയാണെന്നാണ് പ്രാഥമിക നിഗമനം. വിജേഷിന്റെ ചികിത്സയ്ക്കും മറ്റുമായി വലിയ തുക ചെലവായിരുന്നു. സംഭവത്തിൽ നാട്ടുകാരും ബന്ധുക്കളും ദുരൂഹത ആരോപിക്കുന്നുമുണ്ട്. മൃതദേഹത്തിൽ മുറിപ്പാടുകളുള്ളതായും പറയപ്പെടുന്നുണ്ട്. കുന്നിക്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.